അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവസന്തം എന്ന റബീഹി ക്യാമ്പയിനിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചവരായിരുന്നല്ലോ അവിടുത്തെ സ്വഹാബത്തെ കിറാം. ആ സ്വഹാബികളിൽ തന്നെ വളരെ പ്രമുഖനായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പ്രവാചക അനുരാഗ കഥകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. പരിശുദ്ധമായ ദീനിൽ രണ്ടാം ഖലീഫയായി നിയമിതനായ, ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് ഒരു ഖലീഫയെ വിളിക്കപ്പെട്ട, പരിശുദ്ധ ദീനിൻ്റെ വിഷയത്തിൽ നിലപാടുകളുടെ രാജകുമാരനായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാം നിലപാടുള്ള ആളുകളാണ്. ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവൻ തന്നെയാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. പക്ഷേ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ആരുടെ മുൻപിലും എന്തിനു വേണ്ടിയും തൻ്റെ നിലപാടിനെ അടിയറവ് വെക്കാൻ തയ്യാറാവാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അത്തരത്തിലുള്ള മാതൃകാ പുരുഷനായിരുന്നു മഹാനായ ഉമർ തങ്ങൾ. അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു എന്നാണ്, അല്ലാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് പരിശുദ്ധ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണമാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നത്. മറ്റേ ഉമർ നമ്മളെല്ലാം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അബൂജഹലായിരുന്നു. ഒരു സംശയവുമില്ലാതെ പറയാം, പരിശുദ്ധ ദീനിന് ഒരു പുത്തൻ ഉണർവാണ് ദീനിന് അക്കാലത്തും പിൽക്കാലത്തുടനീളവും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും സംഭവിച്ചിട്ടുള്ളത്. മഹാനവറുകൾ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്ന ചരിത്രം അൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന സംഭവം മഹാനായ ഉമർ തങ്ങൾ തന്നെ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. തൻ്റെ പെങ്ങളും അളിയനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പുൽകി എന്ന വാർത്ത കേട്ടുകൊണ്ട് കോപാകുലനായിക്കൊണ്ടാണ് മഹാനവറുകൾ അവരുടെ വീട്ടിലെത്തുന്നത്. താൻ വളരെ അധികം സ്നേഹിക്കുന്ന തൻ്റെ പെങ്ങളായ ഫാത്തിമ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നതിൽ അതിയായ കോപാകുലനായിക്കൊണ്ട് അദ്ദേഹം അവരുടെ വീട്ടിലെത്തുകയും യാ അദുവ്വത നഫ്സിഹ ഖദ് ബലഗനി അൻകി അന്നകി സബൗതി എന്ന് മഹാനവറുകൾ ആക്രോശിക്കുകയാണ്. സ്വന്തം ശരീരത്തെ ശത്രുത വെച്ചവളെ, നീ നിന്റെ മതത്തെ വിട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാമിലേക്ക് ചേക്കേറി എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ശക്തിയായി അവിടുന്ന് അടിക്കുകയാണ്. ആ അടിയുടെ ആഘാതത്തിൽ മഹദിയുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയുകയും മഹദി കരഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു എന്നാണ്, യബ്നൽ ഖത്താബി മാ കുൻത ഫാഇലൻ ഫഫ്അൽ ഫഖദ് അസ്ലംതു എന്ന് മഹദി അവിടുന്ന് തൻ്റെ പെങ്ങളാണല്ലോ, മഹാനവറുകളുടെ പെങ്ങളാണല്ലോ, ആ ഒരു ഗുണമുണ്ടാവുമല്ലോ. ഖത്താബിൻ്റെ മകനെ, നീ ചെയ്യേണ്ടത് ചെയ്തു കൊള്ളുക, ഞാനിതാ മുസ്ലിമായിരിക്കുന്നു, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യുക എന്ന് പറഞ്ഞ ആ പെങ്ങളുടെ ധീരതയുടെയും അടിയുറച്ച വിശ്വാസത്തിൻ്റെയും മുമ്പിൽ ഒരു വേള ഉമർ തങ്ങൾ പതറിയിരിക്കണം. അങ്ങനെ ആ മുറിയുടെ ഒരു മൂലയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരല്പഭാഗം അദ്ദേഹം കാണാനിടയാകുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പെട്ടെന്ന് അതിലേക്ക് ഉടക്കുകയും പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ പ്രാരംഭ ആയത്തുകൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഹുവൽ അസീസുൽ ഹകീം എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അദ്ദേഹം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അത് വായിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഈമാനിൻ്റെ കിരണങ്ങൾ പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹു അദ്ദേഹത്തെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് ആഗതമാക്കാൻ എടുത്ത മാർഗം അങ്ങനെയാണ്. അങ്ങനെ ഓതി ഓതി ഏഴാമത്തെ ആയത്തിയെത്തിയപ്പോൾ ആമിനൂ ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലിഫീന ഫീഹി എന്ന ആയത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞുവെന്നാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ ഖുർആനിൻ്റെ അമാനുഷികതയിൽ ലയിച്ചുകൊണ്ട് മഹാനായ ഉമർ തങ്ങൾ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഉമർ തങ്ങൾ ഈ പരിശുദ്ധ ദീനിനെ പുലുകിയ സമയത്ത് മുസ്ലിമീങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാവുകയാണ്. കാരണം ശത്രുപക്ഷത്തിൽ നിന്ന് പ്രധാനിയായ ഒരാളാണ്
റസൂലിനെ കൊല്ലാൻ നടന്ന പ്രധാനിയായ ഒരാളാണ്, നിലപാടുകളുടെ രാജകുമാരനാണ്, സത്യത്തിന് വേണ്ടി താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ആശയങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും ബലി കഴിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു മഹത് വ്യക്തിത്വമാണ് ദീനിലേക്ക് കടന്നു വരുന്നത്. ചുറ്റുപാട് നിന്നിരുന്ന മുസ്ലിമീങ്ങളെല്ലാം ഉറക്കെ ഉറക്കെ തക്ബീറുകൾ ചൊല്ലി എന്ന ആ രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഏത് തമ്മാടിയായ ആളാണെങ്കിൽ പോലും അയാൾ ഒരിക്കലും ഒരു വ്യക്തിയെയും നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. കാരണം ഏത് സമയത്താണ് അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം പകരുന്നതെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലല്ലോ. അങ്ങനെ മഹാനായ ഉമർ തങ്ങൾ പരിശുദ്ധ ദീനിലേക്ക് ആഗതമായി ഹൃദയത്തിൽ ഹിദായത്തിൻ്റെ വെളിച്ചവുമായി മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ സഫാ കുന്നിൻ്റെ താഴ്വരയിലാണ് ഒരു വീട്ടിനുള്ളിൽ കഴിയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയാണ്. അവിടെ കാവൽക്കാരായി, ബോഡി ഗാർഡ്സായി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹുവും ഉണ്ട്. ഇദ്ദേഹം കടന്നു ചെന്ന മാത്രയിൽ അവർക്കറിയില്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ മനംമാറ്റം. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനും അവിടുത്തെ ആക്രമിക്കാനും കാത്തിരുന്നവരായിരുന്നു ഇന്നലെ വരെ ഉമർ. ആ ഉമറിൻ്റെ ഈ വരവിൽ എന്തോ പന്തികേട് തോന്നി അവർ തടഞ്ഞു നിർത്തിയെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാമല്ലോ, മുഅ്മിനീങ്ങളുടെ മനുഷ്യരുടെ ഹൃദയങ്ങൾ അറിയാമല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, അർസിലൂഹ്, അദ്ദേഹത്തെ ഇങ്ങോട്ട് കടത്തിവിടണം. അങ്ങനെ കടത്തിവിട്ട സമയത്ത് മഹാനവറുകൾ ഹബീബായ റസൂലിൻ്റെ കാൽപാദത്തിനരികിൽ പോയിരുന്നെന്നാണ്. അങ്ങനെ ഹബീബായ റസൂൽ അവിടുന്നോട് പറഞ്ഞു, അസ്ലിം യബ്നൽ ഖത്താബി അല്ലാഹുമ്മ ഹ്ദി ഖൽബഹ്. മുത്തായ റസൂലിൻ്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഉമറിൻ്റെ ഹൃദയത്തിന് നീ ഹിദായത്ത് നൽകണേ. യബ്നൽ ഖത്താബ് അസ്ലിം, ഓ ഖത്താബിൻ്റെ മകനെ നീ മുസ്ലിമാവുക എന്ന് മഹാനവറുകളോട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. എന്നിട്ടൊരു പ്രാർത്ഥനയും, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് നീ ഹിദായത്ത് നൽകണേ. അങ്ങനെ മഹാനവറുകൾ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ് എന്ന് മഹാനായ ഉമർ തങ്ങൾ അവിടുന്ന് ഉച്ചയിത്തരം പ്രഖ്യാപിച്ച സമയത്ത് മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ വളരെയധികം സന്തോഷിച്ചുവെന്നാണ്. കാരണം എന്താ? പരിശുദ്ധ ദീനിൻ്റെ പരസ്യ പ്രബോധനത്തിന് അവർക്ക് സാധ്യമായിരുന്നില്ല എന്നാണ്. മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഒരു വശത്ത് ശക്തനായി നിൽക്കുമ്പോഴും മറ്റൊരു ശക്തനെ കൂടി പരിശുദ്ധ ദീനിലേക്ക് കിട്ടുമ്പോൾ ഇവർ രണ്ടുപേരെയും മുൻനിർത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾ മക്കയുടെ തെരുവോരങ്ങളിൽ കൂടി റാലി നടത്തിയെന്ന് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ റാലിക്കും അതുപോലെ ഘോഷയാത്രകൾക്കും ഒക്കെ പരിശുദ്ധ ദീനിൽ തെളിവുണ്ട് എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. അങ്ങനെ മഹാനവറുകൾ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നപ്പോൾ മക്കയിലെ തെരുവോരങ്ങൾ കേൾക്കുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങൾ ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ആഗമനത്തിനെ സ്വീകരിച്ചു, സന്തോഷിച്ചു എന്നാണ്. ഭൂമിയിൽ മാത്രമല്ല, വാനലോകത്തും ഹബീബായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദരവായ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ഇസ്തബ്ശറ അഹ്ലുസ് സമാഇ ബിൽ ഇസ്ലാമി ഉമറ. ഉമറിന്റെ ഇസ്ലാമിക ആഗമനത്തോടുകൂടി വാനലോകത്തുള്ളവർ ഇതാ സന്തോഷവാന്മാരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വം എത്രയാണ്. ആ ഉമർ തങ്ങൾക്ക് ഹബീബായ റസൂലിനോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ അഗാധമായ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലാൻ തുനിയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹിന്റെ തിരുദൂതരുടെ സ്വഹാബത്തിനെ ഇவ்விதം സ്നേഹിക്കുക എന്നത് വിശ്വാസികളായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു വന്നാണ്, ഹൽ ഹുബ്ബു അബീ ബക്കറിൻ വ ഉമറ സുന്ന? അബൂബക്കർ എന്നവരെയും ഉമർ എന്നവരെയും സ്നേഹിക്കൽ സുന്നത്താണോ, അത് നബി ചര്യയിൽ പെട്ടതാണോ എന്ന് ചോദിച്ച സമയത്ത് അത് സുന്നത്തല്ല, ലാ ബൽ ഫരീളത്തുൻ, അത് നിർബന്ധമാണെന്നായിരുന്നു മഹാനവറുകളുടെ മറുപടി. ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണല്ലോ. ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി മിൻ അസ്ഹാബി അബീ ബക്കറിൻ വ ഉമറ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കു ശേഷം നിങ്ങൾ അബൂബക്കറിനെയോ ഉമറിനെയോ പിന്തുടരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സന്ദർഭങ്ങളും ഹദീസുകളും നിരവധിയാണ്. ലൗകാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്കു ശേഷം ഒരു പ്രവാചകനില്ല, പക്ഷേ അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലക്കാന ഉമറ, അത് ഉമർ എന്നവരാകുമായിരുന്നു എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഹബീബായ റസൂലുള്ള നേരിട്ട് അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലയോ ഉമറെ, നിങ്ങളൊരു വഴിയിലൂടെ പ്രവേശിച്ചാൽ, ശൈത്താൻ ആ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ, ഇല്ലാ സലക ഫജ്ജന ഗൈറ ഫജ്ജിക,
നിങ്ങളുടെ പ്രവേശന വഴിയല്ലാതെ മറ്റൊരു വഴിയിലൂടെ ശൈത്വാൻ മാറിപ്പോകുമെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും നിലപാടിൻ്റെ രാജകുമാരനായി നിലപാടിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദീനിൻ്റെ ഒരു വിഷയങ്ങളിലും ഒന്നിനും വെട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത മനസ്സിനുടമ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വഖൽബിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലാഹു തആല സത്യത്തെ, വാസ്തവത്തെ മഹാനായ ഉമറവരുടെ നാവിലും ഹൃദയത്തിലും നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ചേർന്നെടുത്ത പല തീരുമാനങ്ങളിലും അള്ളാഹുവിൻ്റെ തീരുമാനം വന്നപ്പോൾ അത് ഉമർ എന്നവരുടെ തീരുമാനത്തിന് അനുകൂലമായിരുന്നു എന്നൊക്കെ കാണാം. മഹത്തായിരിക്കുന്ന ബദർ യുദ്ധത്തിൻ്റെയൊക്കെ സന്ദർഭത്തിൽ മഹാനായ ഉമർ തങ്ങൾ ശത്രുക്കളെ തങ്ങളെ ശത്രുക്കളെ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കുന്നിടത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉമർ തങ്ങളോടൊപ്പമായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരുന്നു പിന്നീട് പറഞ്ഞത്. പിന്നീട് ഇവരാ തീരുമാനം എടുത്തത് കൊണ്ടത് നടപ്പാക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സവിസ്തരം പ്രസ്താവിക്കുമ്പോൾ കാണാൻ കഴിയും. അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. ഈ വിധം മഹത്വമുള്ള മഹാനായ ഉമർ തങ്ങൾക്ക് മുത്തായ റസൂലിനോടുണ്ടായിരുന്ന ബന്ധം, അവിടുത്തോടുള്ള സ്നേഹം നമുക്ക് വളരെ മാതൃകയുള്ളതാണ്. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ അവസാന കാലഘട്ടങ്ങളിലുണ്ടായ ചില സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനവറുകൾക്ക് ശത്രുവിൻ്റെ കുത്തേറ്റുകൊണ്ട് അങ്ങനെ മരണശയ്യയിലായി കിടക്കുന്ന സമയത്ത് അവിടുന്ന് തൻ്റെ മകനെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് മകനെ ഇപ്രകാരം പറഞ്ഞേൽപ്പിക്കുകയാണ്: യാ അബ്ദുല്ലാഹ്, ഓ അബ്ദുല്ലാഹ്, ഇഅതി ഉമ്മൽ മുഅ്മിനീന ആയിഷ, നിങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലണം. ഫഖുൽ, എന്നിട്ട് പറയണം: ഇന്ന ഉമറ, തീർച്ചയായും ഉമർ യുഖ്രിഉ അലൈക്കി സലാം, നിങ്ങളുടെ മേലിതാ ഉമർ സലാം പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ അവരുടെ അടുക്കൽ പോയി പറയണം. വലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ എന്നും പറയരുത്, ഉമർ എന്ന് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. ഫഇന്നി ലസ്തു യൗമ ലിൽ മുഅ്മിനീന ബി അമീരിൻ എന്ന് അദ്ദേഹം പറയാണ്, ഞാൻ ഇന്ന് മുഅ്മിനീങ്ങൾക്ക് ഒരു അമീറാകാൻ പറ്റിയ ഒരാളൊന്നുമല്ല. അങ്ങനെ അവിടുന്ന് സമ്മതം ചോദിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്തിനാണ് ഈ ചെല്ലുന്നത്? മുത്തായ റസൂലിനെയും അവിടുത്തെ സ്നേഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അടക്കം ചെയ്ത മഹത്തായ ഹുജറ ഷരീഫിനെ അവർക്ക് രണ്ടുപേർക്കും തൊട്ടടുത്തായിക്കൊണ്ട് എൻ്റെ മഖ്ബറ, എൻ്റെ ഖബർ തയ്യാറാക്കാൻ എനിക്ക് അനുവാദം തരണമെന്ന് ചോദിക്കാനാണ് മഹാനവറുകൾ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് സ്വന്തം മകനെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ പറഞ്ഞത് പ്രകാരം മഹാനായ അബ്ദുല്ലാ എന്നവർ മഹദിയായ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഇതേ പ്രകാരം പിതാവ് ചോദിച്ചത് പ്രകാരം അവിടുന്ന് ചോദിക്കുകയും, പക്ഷേ മഹദിയായ ആയിഷ ബീവി പറയുകയാണ്: ലഖദ് കുന്തു അദ്ഖറു ദാലികൽ മകാനിൽ നഫ്സി ലഉസിറന്നഹു യൗമ അലാ നഫ്സി, തീർച്ചയായിട്ടും എൻ്റെ പിതാവിൻ്റെയും എൻ്റെ പ്രിയതമൻ്റെയും ചാരയുള്ള ആ പ്രദേശം, ആ ഒരു സ്ഥലം എനിക്ക് വേണ്ടി, എനിക്ക് ഖബർ തയ്യാറാക്കി എനിക്ക് അന്ത്യവിശ്രമം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നൊരു പ്രദേശമായിരുന്നു. പക്ഷേ ഇന്നേ ദിവസം എന്നേക്കാൾ കൂടുതൽ താങ്കളെ, അതായത് ഉമർ എന്നവരെ ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് എനിക്ക് സമ്മതമാണെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ തൻ്റെ മകൻ്റെ വരവും കാത്ത് രോഗശയ്യയിൽ കിടക്കുന്ന മഹാനായ ഉമർ തങ്ങൾ മകൻ്റെ വരവ് ദൂരെ നിന്ന് കണ്ടപ്പോൾ സഹായികളുടെ സഹായത്തോടു കൂടി അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുകയും അദ്ദേഹം ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്: മാ വറാഅക, എന്താണ്ടായത്, പോയ വിഷയം എന്തായി? അവിടുന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു: ഖദ് അദിനത് ലക, മഹദിയായ ആയിഷ ബീവി നിങ്ങൾക്ക് സമ്മതം നൽകിയിട്ടുണ്ട്. ഇത് കേട്ട് മാത്രയിൽ അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. അല്ലാഹു അക്ബർ, മാ ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലികൽ മൽജ, ആ കിടക്കുന്ന സ്ഥലം, ആ മറമാടപ്പെടുന്ന സ്ഥലത്തിനേക്കാൾ ഏറ്റവും പ്രധാനമായി എനിക്കിനി ഒന്നും നേടാനില്ല. ഇതായിരുന്നു മഹാനവറുകളുടെ അന്ത്യാഭിലാഷം. ജീവിക്കുന്ന കാലത്ത് ഹബീബിനോടൊത്ത് ജീവിച്ച് സന്തോഷിച്ച് മഹാനായ സിദ്ദീഖുകളുടെ സവിധത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് കൂട്ടുകാരായി ജീവിച്ചവർ, അവരടുത്തു തന്നെ മറവ് ചെയ്യപ്പെടാനുള്ള മഹാഭാഗ്യം ലഭിച്ചപ്പോൾ അദ്ദേഹം തക്ബീർ ചൊല്ലിപ്പോയത്. അവിടത്തോട് ഹബീബായ റസൂലിനുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ളൊരു അന്ത്യാഭിലാഷമുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മാത്രമല്ല
എന്നിട്ടും അദ്ദേഹത്തിന് മഹദിയായ ആയിഷ ബീവിയോടുള്ള സ്നേഹവും ബഹുമാനവുമാണ്. അദ്ദേഹം പറയുകയാണ്, ഫൈദ അന ഖുബിൽതു, അങ്ങനെ എന്നെ റൂഹ് പിടിക്കപ്പെട്ടാൽ ഫഹ്മിലൂനി, നിങ്ങൾ എന്നെ ചുമന്നിട്ട് ആയിഷ ബീവിയുടെ അടുക്കൽ കൊണ്ടുപോകണം. സുമ്മ ഖൂലു, എന്നിട്ട് പിന്നെയും നിങ്ങൾ പറയണം, യസ്തഅ്ദിനു ഉമറു, ഉമർ ദാ നിങ്ങളോട് അനുവാദം ചോദിക്കുകയാണ്, എന്നിട്ടും സമ്മതം തന്നാൽ മാത്രം നിങ്ങൾ എന്നെ ആ മഹാരഥന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി എൻ്റെ ഖബർ നിങ്ങൾ തയ്യാറാക്കണമെന്ന് മഹാനായ ഉമർ തങ്ങൾ അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ജീവിതകാലത്ത് പരസ്പരം സ്നേഹത്തിലും അനുരാഗത്തിലുമായിരുന്ന 3 സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ മഹത്തായ തീരുമാനപ്രകാരം മഹത്തായിരിക്കുന്ന ഹുജറ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അള്ളാഹിൻ്റെ ഹബീബ് അവിടുത്തെ ഹുജറ ഷരീഫിനരികിൽ തൻ്റെ കൂടെ കിടക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ തന്നെ മഹാനായ ഉമർ എന്നവരുടെയും അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെയും മഹത്വം നമ്മൾ മനസ്സിലാക്കുകയാണ്. കടുകടുത്ത കഠോരമായ ഹൃദയത്തിനുടമയായിരുന്ന മഹാനായ ഉമർ തങ്ങൾ എത്രത്തോളം ലോല ഹൃദയനായി അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ താക്കീതുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞ ചരിത്രങ്ങൾ നിരവധിയല്ലേ. ഒരിക്കൽ മഹാനായ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബി കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽനീ മിനൽ ഖലീലീൻ, അള്ളാഹുവേ എന്നെ കുറഞ്ഞ ആളുകളിൽ നീ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്വഹാബി കരയുന്നത്. ഇത് കേട്ട മോശമായത് എവിടെ കണ്ടാലും പ്രതികരിക്കുന്ന, അതിനെ തിരുത്തുന്ന മഹാനായ ഉമർ തങ്ങൾ ഉടനെ ഇടപെടുകയാണ്. എന്താണ് നീ ദുആ ചെയ്യുന്നത്? കുറഞ്ഞ ആളുകളിൽ നീ ഉൾപ്പെടുത്തണമെന്നോ? അങ്ങനെയാണ് ദുആ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബിയോട് കയർത്ത സമയത്ത് ആ സ്വഹാബി അദ്ദേഹത്തോട് പറഞ്ഞുവെന്നാണ്. എന്തറിഞ്ഞിട്ടാണ് ഉമർ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നന്ദിയുള്ളവരായിട്ടുള്ളതെന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആയത്തുണ്ടല്ലോ, ആ കുറഞ്ഞ ആളുകളിൽ എന്നെയും നീ ഉൾപ്പെടുത്തണേ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ദുആ ചെയ്തതെന്ന് മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞ സമയത്ത് അവിടുന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞ സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ അള്ളാഹിനെ പേടിയുള്ള, അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന മഹാനായ ഉമർ തങ്ങളെ ആക്കി മാറ്റിയത് പരിശുദ്ധ ഖുർആനും തിരുനബിയോടുള്ള അടങ്ങാത്ത സ്നേഹവുമാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ഈ വിധത്തിൽ ഹൃദയത്തിൽ നൈർമല്യമുള്ളവരായി പരിശുദ്ധ ദീനിനെയും അല്ലാഹുവിനെയും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവരുമായി മാറാൻ നമുക്കേവർക്കും സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പാഠം, ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനവർക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാറൂഖ് എന്ന സ്ഥാനപ്പേര് വെച്ച സംഭവം അരിയാദുൻ നളിർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, ഇസ്ലാമിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നുപോയിക്കൊണ്ടിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിടക്കാണ് മഹാനായ ഉമർ തങ്ങൾ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നത്. മഹാനവറുകൾ ചോദിക്കുകയാണ്, അലസ്ന അലൽ ഹഖി, റസൂലേ നമ്മൾ സത്യത്തിൻ്റെ പുറത്തല്ലേ ഉള്ളത്, നമ്മൾ സത്യമാർഗത്തിലല്ലേ ഉള്ളത്, ഇൻ മിച്ന വ ഇൻ ഹയൈന, അള്ളാന്റെ റസൂലെ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും സത്യത്തിൻ്റെ മുകളിലല്ലേ ഉള്ളത്, സത്യത്തിൻ്റെ മാർഗത്തിലല്ലേ ഉള്ളത്, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ രഹസ്യ പ്രബോധനം നടത്തുന്നത്? പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകിയെന്നാണ്, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നകും അലൽ ഹഖി ഇൻ മുത്തും വ ഇൻ ഹയൈതും, നിങ്ങൾ ജീവിച്ചാലും ശരി നിങ്ങൾ മരിച്ചാലും ശരി ഇപ്പോൾ നിങ്ങളുള്ളതാണ് യഥാർത്ഥ മാർഗം, നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലാണുള്ളതെന്ന് മഹാനവറുകൾക്ക് റസൂൽ മറുപടി കൊടുക്കുകയാണ്. ഫഫീമൽ ഇഖ്തിഫാ, പിന്നെ എന്തിനാണ് റസൂലെ ഇങ്ങനെ രഹസ്യ പ്രബോധനവുമായി നമ്മൾ നീങ്ങുന്നത്? വല്ലദീ ബഅസക ബിൽ ഹഖി ലനഖ്റുജന്ന, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങളെ യാഥാർത്ഥ്യം കൊണ്ടയച്ചവൻ തന്നെയാണ് സത്യം, നമ്മളിതാ പരസ്യ പ്രബോധനത്തിന് വേണ്ടി പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ദീനിനൊരു ഉന്മേഷം, മുസ്ലിമീങ്ങൾക്കൊരു ആവേശം നൽകിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മഹാനായ ഉമർ തങ്ങളെ വലിയ 2 നിരയാക്കി മുസ്ലിമീങ്ങളെ നിരത്തിയിട്ട് ഒന്നിൻ്റെ മുൻപിൽ മഹാനായ ഉമർ തങ്ങളെയും മറ്റേ വരിയുടെ മുമ്പിൽ റാലിയായിക്കൊണ്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും നിലനിർത്തിക്കൊണ്ട് ആ മക്കയുടെ തെരുവോരങ്ങളിലൂടെ അവർ റാലി നടത്തിയെന്നാണ്. അന്നുവരെ ഖുറൈശികളുടെയും മക്ക മുശ്രിക്കുകളുടെയും മുഖത്ത് കാണാതിരുന്ന ഒരു ദുഃഖം മഹാനവറുകളുടെ ഇസ്ലാമിക ആശ്ലേഷണ ശേഷം മുസ്ലിമീങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അന്നാണ് ആദരണീയനായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ഫാറൂഖ് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചവരെന്ന സ്ഥാനപ്പേര് നൽകിയതെന്ന് മഹാനവറുകളുടെ ആ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഹബീബായ റസൂലിന് ശേഷം പരിശുദ്ധ ഇസ്ലാമിൻ്റെ വ്യാപനം കിസ്റയും കൈസറും അടക്കം
ഇസ്ലാമിൻ്റെ പ്രവിശാലമായ രീതിയിലേക്ക് വളർന്നത് മഹാനായ ഉമർ തങ്ങളുടെ ശക്തമായ നിലപാടുകളുടെയും ഇടപെടലിൻ്റെയും കാര്യം കൊണ്ടാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതിന് സമയം കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. ഹബീബായ റസൂലിന് ശേഷം നിരവധി ആളുകൾ പരിശുദ്ധ ദീനിൽ നിന്ന് പുറത്തു പോവുകയും ഒരു കൂട്ടർ തങ്ങൾ സക്കാത്ത് ഇനി മുതൽ നൽകില്ല എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ യഥാവിധി ശരിപ്പെടുത്തി എടുക്കുന്നതിൻ്റെ തിരക്കിനിടയിൽ തൻ്റെ പ്രവിശാലമായ പരിശുദ്ധ ദീനിൻ്റെ അതിർത്തികൾ കടന്നുകൊണ്ടുള്ള പ്രബോധനങ്ങൾക്ക് യഥാവിധി സമയം കിട്ടിയില്ല എന്നതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മഹാനായ ഉമർ തങ്ങളുടെ ഖിലാഫത്തിലേക്ക് കടന്നു വന്ന സമയത്ത് അവിടുന്ന് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അറബി നാടുകളും ഭേദിച്ചുകൊണ്ട് വിദൂരമായ പ്രദേശങ്ങളിലേക്ക് വരെ എത്തി എന്നതും ചരിത്ര സത്യങ്ങളാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നവരെ ഖലീഫത്തു റസൂലില്ലാഹ് എന്നായിരുന്നു സുഹാബികളടക്കം വിളിച്ചിരുന്നതെങ്കിൽ അമീറുൽ മുഅ്മിനീൻ എന്നായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങൾ ഒന്നടങ്കം വിളിച്ചിരുന്നത്. ആ ഒരു സ്ഥാനപ്പേര് അമീറുൽ മുഅ്മിനീൻ എന്ന വിളിപ്പേര് തുടങ്ങിയത് മഹാനായ ഉമർ തങ്ങളുടെ ഖിലാഫത്ത് മുതൽക്കാണെന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. മഹാനവറുകൾ ഇസ്ലാം ആശ്ലേഷിക്കാൻ കാരണമായ തൻ്റെ പെങ്ങളോടൊത്തുള്ള ആ സംഭവം മാത്രമല്ല, അതിനു മുമ്പും മഹാനവറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സന്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഹബീബായ റസൂലിനെ തേടിയിറങ്ങിയ മഹാനായ ഉമർ തങ്ങൾ റസൂലുള്ളാഹിനെ പള്ളിയിൽ വെച്ച് കാണുകയാണ്. അങ്ങനെ പള്ളിയിൽ വെച്ചുകൊണ്ട് അവിടുന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ആ ചെയ്യുന്നതിൻ്റെ മാധുര്യം, അതിൻ്റെ ആ ഒരു കോർവ്, അതിൻ്റെ ആ ഒരു അത്ഭുതകരമായ പദപ്രയോഗങ്ങളെ കേട്ടുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി ഹാദാ ഷാഇറുൻ കമാ ഖാലത്ത് ഖുറൈശ്. ഖുറൈശികൾ പറഞ്ഞതുപോലെ ഇതൊരു കവി തന്നെയാണെന്ന് മഹാനവറുകൾ പറഞ്ഞ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് തിരിച്ചോദിയെന്നാണ്, മാ ഹുവ ബിഖൗലി ഷാഇരിൻ ഖലീലം മാ തുഅ്മിനൂൻ. ഇതൊരു കവിയുടെ വാക്കൊന്നുമല്ല, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ മറുപടി കൊടുക്കുകയാണ്. അല്ലാഹു ഓരോരുത്തരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്ന മാർഗമാണ് കാണുന്നത്. ഇതൊരു ഷാഇറിൻ്റെ, ഒരു കവിയുടെ വാക്കൊന്നുമല്ല. ഖലീലം മാ തുഅ്മിനൂൻ, കുറഞ്ഞ ആളുകൾ, വിശ്വസിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ ഓതുകയാണ്. ഇത് കേട്ടപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്നാൽ ഇതൊരു ജ്യോത്സ്യനായിരിക്കും, എന്തോ പ്രവചിക്കുന്ന, എന്തോ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ജ്യോത്സ്യനാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടിയായി ഓതിയെന്നാണ്, വമാ ഹുവ ബിഖൗലി കാഹിനിൻ ഖലീലം മാ തദക്കറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ ഓതിക്കൊടുത്തു എന്നാണ്. ഇതൊരു കാഹിനിൻ്റെ, ഒരു ജ്യോത്സ്യൻ്റെ വാക്കൊന്നുമല്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിൻ്റെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായിട്ടുള്ളതാണ്. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ഈ പ്രവാചകൻ നമ്മെക്കുറിച്ച് വല്ലതും കെട്ടിച്ചമച്ചു പറഞ്ഞതായിരുന്നുവെങ്കിൽ നാം അവരെ പിടികൂടുകയും ജീവനാടി മുറിച്ചു കളഞ്ഞ് അജീവമാക്കുകയും ചെയ്യുമായിരുന്നു. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, അതിനെ തൊട്ട് തടുക്കാൻ ആർക്കും സാധ്യമല്ല എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് ഓതുമ്പോൾ ഈ ഒരു സംഭവം മഹാനായ ഉമറുടെ മനസ്സിനെ സ്പർശിക്കുകയും ഇസ്ലാമിൻ്റെ ഒരു ആദ്യ ഇംപ്രഷൻ അദ്ദേഹത്തിലേക്ക് ഈ രീതിയിലാണ് കടന്നു വന്നത് എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ ഉമറും ആ ഒരു ബന്ധത്തിൻ്റെ ആഴം. ഒരിക്കൽ അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചുവെന്നാണ്, യാ ഖൈറൻ നാസി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂൽ എന്ന് വിളിക്കുകയാണ്. റസൂലിന് ശേഷം ഏറ്റവും ജനങ്ങളിൽ വെച്ച് ഖൈറായവരെ എന്നത് ആദരവായ റസൂലുള്ളയാണ് മഹാനായ ഉമർ എന്നവരെ വിളിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ തലഅതു ശംസുൻ അലാ റജുലിൻ ഖൈറൻ മിൻ ഉമർ, ഉമറിനേക്കാൾ ഖൈറായ ഒരാളുടെ മേലും സൂര്യൻ ഉദിക്കുന്നില്ല, ഖൈറാണ് ഉമർ മറ്റുള്ളവരെക്കാൾ ഏറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള ആ ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെ, അനുരാഗ ബന്ധത്തിൻ്റെ, ഒരു ഹബീബും അവിടുത്തെ അനുയായും തമ്മിലുള്ള അഗാധമായ പ്രവാചക സ്നേഹത്തിൻ്റെയും അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ഇഷ്ടത്തിൻ്റെയും ഒക്കെ മാതൃകകൾ നമുക്ക് ഇവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്. നാളെ അല്ലാഹുവിൻ്റെ ഹിസാബിൻ്റെ സമയത്ത് മഹാനായ ഉമർ എന്നോരെ വിചാരണ ചെയ്യുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം, നന്മതിന്മകൾ എഴുതപ്പെട്ട അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അല്ലാഹു പറയും, അതിനൽ ഫാറൂഖ്, എവിടെയാണ് ഫാറൂഖ്, കടന്നു വരണം.
ആ സ്നേഹം യാ അബു ഹഫ്സ്, അബു ഹഫ്സ് എന്നവരെ സ്ഥാനപ്പേര് വെച്ചുകൊണ്ട് വിളിക്കുകയാണ്. ഹാദാ കിതാബുക, ഇതാ നിങ്ങളുടെ കിതാബ്, ഫഇൻ ശിഅത ഫഖ്റഉഹു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചോളി, വഇൻ ശിഅത ഫലാ, താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട. ഫഖദ് ഗഫർതു ലക, തീർച്ചയായും നമ്മൾ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉമർ എന്നവരെ കുറിച്ച് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എത്രയാണ് അവരുടെയൊക്കെ സ്ഥാനം ദീനിലുള്ളത്. അങ്ങനെയുള്ള മഹാനവറുകളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠവും മാതൃകയുമാവണം. ഹബീബിനെ സ്നേഹിക്കുക, ഹിദായത്തിൻ്റെ വഴികളെ ഏത് വഴിയിലാണ് അല്ലാഹു തആല നമുക്ക് തിരിച്ചു തരിക എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നാം ഉപേക്ഷിക്കാതിരിക്കുക. പരമാവധി ആളുകൾ തരുന്ന ഉപദേശം, പരിശുദ്ധ ദീനിൻ്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനും അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കുക. ഒരുപക്ഷെ അള്ളാഹു അവിടുത്തെ ഹിദായത്തിൻ്റെ പരമമായ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നേക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.